പ്രിയമുള്ളവരെ, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SIR നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് SIRൻ്റെ പേരിൽ നിരവധി ആളുകൾ വളരെ വലിയ മാനസിക പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നേരിടുന്നു. അതോടൊപ്പം തന്നെ പലരും അതിൻ്റെ കാരണമായിട്ട് പലവിധ മാനസിക രോഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുമെന്ന ഒരു വലിയ സത്യം ഇതിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. മറ്റുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു വസ്തുത, SIR എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വർഷാവർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പെഷ്യൽ റിവിഷനാണ് ഈ SIRലൂടെ നടക്കുന്നത്. ഈ SIRൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് നിലവിൽ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാർ മുൻപ് ഇതുപോലെ നടത്തിയ SIR പട്ടികയിൽ ഉൾപ്പെട്ടവരാണോ എന്നും, അല്ലെങ്കിൽ അന്ന് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ബന്ധുക്കളാണോ, അവരുടെ മക്കളാണോ, അല്ലെങ്കിൽ അവരുടെ പേരമക്കളാണോ ഇന്നുള്ള പട്ടികയിൽ ഉള്ളത് എന്ന ഒരു പരിശോധനയാണ്. അപ്പോൾ ഇതിനാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് മാപ്പ്ഡ് ആണോ നിലവിലെ എല്ലാ ആളുകളും എന്നാണ് പരിശോധിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ നിലവിലെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം, അതുപോലെ തന്നെ പലരും പല മീഡിയകളിലൂടെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേട്ട പലപ്പോഴും തെറ്റായതും അല്ലെങ്കിൽ പൂർണ്ണമായും ശരിയാകാത്തതുമായ പല ന്യൂസുകളും പല അഭ്യൂഹങ്ങളും ഇതെല്ലാം കേട്ട് ഇന്ന് ഒരു വലിയൊരു ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ആളുകൾ വലിയ ടെൻഷനിലാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം പ്രായമുള്ള ആളുകളാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നേരിടുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില ക്ലാരിഫിക്കേഷൻ വീഡിയോകൾ നൽകിയെങ്കിലും നിരന്തരം അല്ലെങ്കിൽ ഒത്തിരി കോളുകൾ എനിക്കിതുമായി ബന്ധപ്പെട്ട് വരികയും പലരും വലിയ പ്രയാസം നേരിടുന്ന അത് ഫീൽ ചെയ്ത വ്യക്തി കൂടിയാണ് ഞാൻ. പലപ്പോഴും ചില കാര്യങ്ങളെങ്കിലും അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് അവർക്കൊരു മാനസിക ആശ്വാസം ഉണ്ടായി എന്ന് പറയാം. എന്നാലും ഈ ഒരു ടെൻഷൻ ആളുകൾ വിട്ട് മാറുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇതൊരു സൈക്കോളജിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇത്തരത്തിൽ ടെൻഷൻ അടിക്കുന്ന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാനസിക ആരോഗ്യത്തെ വലിയ രീതിയിൽ അത് ബാധിക്കുകയും മാനസികമായി നമ്മൾ വളരെ വീക്കാകുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശാരീരികമായിട്ടും വിവിധ പ്രയാസങ്ങളും അസുഖങ്ങളിലേക്കും എത്തിപ്പെടുന്ന വലിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ ഭയക്കേണ്ടത്, എന്താണ് നമ്മുടെ പ്രശ്നം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഇത്തരത്തിലുള്ള ന്യൂസുകളാണ് പലപ്പോഴും നമ്മുടെ പരിമിതമായ അറിവ് കൂടി വെച്ച് നോക്കുമ്പോൾ പല അഭ്യൂഹങ്ങളിലേക്കും പോകാനുള്ളൊരു കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നിലവിലെ നമ്മുടെ ഈ ഒരു SIRൻ്റെ പ്രക്രിയ ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലൊരിക്കലും തന്നെ ഒരു വോട്ടറെ വളരെ മനഃപൂർവ്വം ഒരു വോട്ടറെ പുറത്താക്കാനുള്ള ശ്രമം ഉണ്ട് എന്ന് പറയാനാകില്ല. ഇപ്പോൾ ഈ അടുത്ത് ഇന്നിപ്പോൾ എനിക്കൊരു ഉണ്ടായൊരു അനുഭവം ഒരാൾ ചോദിച്ചത്, അദ്ദേഹം ഒരു കറക്ഷന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു, അതായത് വോട്ടർ പട്ടികയിൽ പേര് തിരുത്താൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഇപ്പോൾ കൊടുത്തു. ആ ഒരു റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറക്കം ഒഴിവാക്കാനുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ ടെൻഷൻ അടിപ്പിക്കുന്നത്. ദിവസങ്ങളായി ഇതിൻ്റെ പേരിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മൾ നിലവിലെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരുന്നത് നമ്മളൊരിക്കലും തന്നെ ഈ നാട്ടുകാരനല്ല, അല്ലെങ്കിൽ ഈ രാജ്യക്കാരനല്ല, പുറത്തെ രാജ്യത്ത് നമ്മളിവിടെ താമസിക്കുന്നവരാണോ, അങ്ങനെയെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ രേഖകൾ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു രേഖയും ഇല്ലാത്ത ഒരാളാണോ നിങ്ങൾ, എങ്കിലും ചെറിയ രീതിയിൽ ടെൻഷൻ അടിക്കണം. ഇതൊക്കെ ഉള്ള ആളുകൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം നമ്മളിവിടെ പ്രധാനമായിട്ടൊരു ചോദ്യം 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണോ എന്നാണ്. ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ 2002 വോട്ടർ പട്ടികയിലുള്ള ആളുകളായാൽ മതി. അതോടുകൂടി നമ്മുടെ മാപ്പിംഗ് കറക്റ്റാണ്. ഈ മാപ്പിംഗ് ആണ് ഈ SIR ഫോമിലോട്ട് പരിശോധിച്ചത്. നമ്മൾ SIR പലർക്കും വലിയ പ്രശ്നം പലർക്കും ഉണ്ടായത്, SIR ഫോമിൽ നമ്മൾ നൽകിയ വിവരങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വന്നു, അതിൽ ചെറിയ അക്ഷരപ്പിഴകൾ വന്നു, അല്ലെങ്കിൽ അതിൽ ചില തെറ്റായ വിവരങ്ങൾ നമ്മൾ അറിയാതെ കൊടുത്തുപോയി, ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമോ, ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ പട്ടികയിൽ നിന്ന് പുറത്താക്കുമോ എന്നായിരുന്നു പലരും ആശങ്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ SIRലൂടെ കമ്മീഷൻ പരിശോധിച്ചത് ഈ ഒരു മാപ്പിംഗ് മാത്രമാണ്. ഈ വോട്ടർ 2002 ഉണ്ടോ, അതിൻ്റെ ക്രമ നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ വോട്ടർ റിലേറ്റീവ് ആയ ആളുണ്ടോ, അവരുടെ ക്രമ നമ്പർ എത്ര, അത് മാത്രമാണ് പരിശോധിച്ചത്.
ബാക്കി നമ്മൾ SCRൽ കൊടുത്ത് നമ്മുടെ പേര് പ്രിന്റഡ് ആണ്, നമ്മുടെ മാതാപിതാക്കളുടെ പേര്, പങ്കാളിയുടെ പേര്, അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ്, നമ്മുടെ ജനന തീയതി, ആധാർ നമ്പർ, ഇതൊന്നും തന്നെ ഒരു സ്ഥലത്തും വന്നിട്ടില്ല, ഒരു സ്ഥലത്തും എടുക്കുന്നുമില്ല. അങ്ങനെയാണ് പിന്നെ കരട് പട്ടിക വന്നു. അപ്പോൾ പലർക്കും സമാധാനമായി. പക്ഷെ പിന്നീട് ഇപ്പോൾ വീണ്ടും ആളുകൾക്ക് സംശയം, ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും ഇനിയും നമ്മളെ മനഃപൂർവ്വം പുറത്താക്കാനുള്ള ശ്രമങ്ങളുണ്ടോ, നമ്മൾ പുറത്താകുമോ എന്നാണ് പലരും വീണ്ടും ആശങ്കപ്പെടുന്നത്. ഞാൻ തീർത്ത് പറയുന്നു, ഫോം 8 കറക്ഷൻ നമ്മൾ കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ തിരുത്താൻ മറ്റെന്തെങ്കിലും അപേക്ഷകൾ കൊടുത്ത് ആ അപേക്ഷ നമ്മൾ കൊടുത്താൽ ആ അപേക്ഷ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ, അപ്രൂവ്ഡ് ആണെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തോടു കൂടി നമ്മൾ ഫൈനൽ പട്ടികയിൽ വരും. ഇനി അതല്ല, നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, അതിൽ പ്രശ്നമുണ്ട് എങ്കിൽ ആ അപേക്ഷ നിരസിക്കപ്പെടുന്നു, ഫോം 8 അപേക്ഷ. പക്ഷേ വോട്ടർ പട്ടികയിൽ, നിങ്ങൾ കരട് വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ നിങ്ങളുടെ പേര് വരും. പിന്നെ എന്തിനാണ് നമ്മൾ അനാവശ്യമായ ടെൻഷനുകൾ ഈ വിഷയത്തിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ പലരും മറ്റു ആശങ്ക, 2002 ഞങ്ങളെ പേര്, അന്ന് ഉണ്ടായിരുന്ന മാതാപിതാക്കൾ ചിലരുടെ പേര് ഇന്നത്തെ പേര് തമ്മിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പല രേഖകളിലും പല രീതിയിലുള്ള പേരുകളാണ്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത, ഈ ഒരു വോട്ടർ പട്ടികയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാപ്പിംഗ് ആണ് കമ്മീഷൻ പരിശോധിക്കുന്നത്. അതുപോലെ കമ്മീഷൻ്റെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് 2002 പട്ടികയിൽ വിവരങ്ങളുണ്ട്, നിലവിലെ പട്ടികയിൽ വിവരങ്ങൾ. നിലവിലെ പട്ടികയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ റിലേറ്റീവിൻ്റെ പേര്, അതുപോലെ തന്നെ ജനന തീയതി, ഇത്രയും കാര്യങ്ങളാണല്ലോ. പിന്നെ അഡ്രസ്സും. ഇതല്ലാതെ മറ്റു രേഖകളിൽ നമ്മുടെ എന്താണ് നമ്മൾ എഴുതി കൊടുത്തുള്ളത്, അല്ലെങ്കിൽ മറ്റു രേഖകളിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരെന്താണ്, ഇങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇതെല്ലാം കൂടിയുള്ള ഒരു പരിശോധനയൊന്നും SCR നിലവിൽ നടക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് വെറുതെ ആശങ്കപ്പെടുന്നത് എന്നാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത്. അപ്പം അത്തരത്തിലൊരു പരിശോധനയൊന്നും നിലവിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു പലർക്കും ഉള്ളൊരു പ്രശ്നം ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയാണ്. നേരത്തെ ആദ്യം നോ മാപ്പിംഗ് കേസുകൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. കാരണം മാപ്പിംഗ് ഇല്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. കാരണം അവർ പലപ്പോഴും 2002 ഇവിടെ ഇല്ലാത്ത കാരണമുണ്ട്, അല്ലെങ്കിൽ 2002 നമുക്ക് മാതാപിതാക്കൾ അന്നൊക്കെ അതിന് മുമ്പേ മരണപ്പെട്ടതുകൊണ്ട് നോ മാപ്പിംഗ് കേസ്. ഈ നോ മാപ്പിംഗ് കേസായിരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ആ നോ മാപ്പിംഗ് കേസുകളിൽ ഹിയറിംഗ് നടന്നു. ഹിയറിംഗിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിച്ചത്? പരമാവധി ആളുകളെ, രേഖകളുള്ള ഡോക്യുമെൻ്റുള്ള പരമാവധി ആളുകൾ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ഹിയറിംഗ് നടത്തി ARM സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫൈനൽ പ്രക്രിയ, അതിൻ്റെ അപ്രൂവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ രേഖകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അവർ പട്ടികയിൽ വരും. പിന്നീട് വന്ന ഒരു കേസായിരുന്നു ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിൽ പ്രധാനമായിട്ടും പരിശോധിച്ചത്, നമ്മൾ 2002 ഒരു ബന്ധുവിനെ നമ്മൾ കാണിച്ചെങ്കിൽ, നമ്മൾ 2002 ഇല്ല, അപ്പോൾ നമ്മൾ 2002 നമ്മുടെ മാതാപിതാക്കളെ കാണിച്ചെങ്കിൽ നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കളെ തന്നെയാണോ നമ്മൾ 2002 കാണിച്ചത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില സിസ്റ്റം ബേസ്ഡ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ചില ചെക്കിങ്ങുകളാണ് അതിൽ നടത്തിയത്. അപ്പോൾ അവർ സ്വാഭാവികം ചെക്ക് ചെയ്തു, ഈ വോട്ടറും അതുപോലെ 2004 വോട്ടറും തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം, മാതാപിതാക്കളാണെങ്കിൽ ഒരു 15 വയസ്സിൽ വ്യത്യാസം കുറയാൻ പാടില്ല, അതുപോലെ 50 വയസ്സിൽ വ്യത്യാസം കൂടാൻ പാടില്ല. ഇനി കൂടിയാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ പ്രശ്നമുണ്ടെന്നല്ല, അത് അപ്പോൾ കറക്റ്റ് ആണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം. അതിനാണ് BLOമാർ ഒരു സാക്ഷ്യപത്രം തയ്യാറാക്കി അവർ പരിശോധിക്കുന്നു, അവർ കറക്റ്റാണെന്ന് പറഞ്ഞു. അതുപോലെ 2002 പിതാവിനെ കാണിച്ചെങ്കിൽ നിലവിലെ ഈ വോട്ടറുടെ രേഖയിലെ പിതാവിൻ്റെ പേരും അന്നത്തെ പിതാവിൻ്റെ പേര് 2002 പേര് നമ്മൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് തന്നെയാണോ, ഈ പിതാവ് തന്നെയാണോ അത് എന്ന് പരിശോധിക്കണം. അതാണ് നമ്മൾ ഡോക്യുമെന്റിൽ കൊടുത്തു കഴിഞ്ഞു. ആ ഡോക്യുമെന്റുകൾ അത് BLOമാർ സാക്ഷ്യപത്രം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ഹിയറിംഗ് പ്രൊസീജിയർ പോലെ നടത്തി, ഞാൻ മുമ്പത്തെ വീഡിയോ സൂചിപ്പിച്ചതുപോലെ അതും അത് ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഇതിൽ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഇനി എനിക്ക് തിരിച്ചിനോട് ചോദിക്കാനുള്ളത്, ഈ ഒരു പ്രോസസ്സ് വളരെ വലിയ രീതിയിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ മൊത്തത്തിൽ ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ എത്രയോ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. കാരണം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2002 ഒരു വോട്ടർ, ആ വോട്ടർ 2002 തൻ്റെ ക്രമ നമ്പർ കൊടുത്ത് നമ്മുടെ SCR ഫോം പൂരിപ്പിച്ചു. അവരുടെ കേസിൽ ലോജിക്കൽ വന്നിട്ടില്ല, ഡിസ്ക്രിപ്പൻസി വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ പല ആളുടെ പേരും 2002 പേരും ഇപ്പോഴത്തെ പേരും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കൂടെ പേര് ഇനീഷ്യൽ ചേർന്നതുണ്ട്, അല്ലെങ്കിൽ മധ്യനാമം അവസാനനാമം ചേർന്ന കേസുകളുണ്ട്. അപ്പം അത്തരം കേസുകളിലൊക്കെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ കുറച്ച് ക്രൈറ്റീരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് മദേഴ്സിനൊക്കെ മാപ്പ് ചെയ്ത ആളുകളുണ്ട്. അവരുടെ കേസിൽ ഈ ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ ബന്ധം തെളിയിക്കാനുള്ള രേഖകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ഈ ഗ്രാൻഡ് ഫാദറെ കാണിച്ച ആളുകളെ കേസിൽ വയസ്സിൻ്റെ വളരെ കുറവുണ്ടെങ്കിൽ ആ കേസിൽ ഗ്രാൻഡ് ഫാദറാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഡിസ്ക്രിപ്പൻസി വന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട് കമ്മീഷൻ്റെ കയ്യിൽ. പക്ഷേ ഇത് നടപ്പാക്കുന്നത് അത് വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നോ മാപ്പിംഗ് കേസ് ആവട്ടെ, ഇതിലൊക്കെ ഹിയറിംഗ് നടത്തുന്നത് നമ്മുടെ ERO ആണ്. EROക്ക് വേണ്ടി AEROമാർ ഹിയറിംഗ് നടത്തുന്നു. ഈ EROമാർ എന്ന് പറയുന്നത്
ഒരു ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, കളക്ടർക്ക് തൊട്ട് താഴെയുള്ള ഒരാൾ. അതുപോലെ AERO എന്ന് പറയുന്നത് വിവിധ തഹസിൽദാർമാരോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആളുകളാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഉൾപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇനി ചില ആളുകളെങ്കിലും ചില ആളുകളെങ്കിലും ഇതിൽ പ്രശ്നക്കാരായി അതൊന്നും പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ കേസുകൾ നമുക്ക് അതിനപ്പുറത്ത് ERO നേരിട്ട് സമീപിക്കാം. ഇനി ERO യഥാർത്ഥത്തിൽ ഇവിടെ ഒരാൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് EROമാരാണ്. ഈ ERO ആണ് ഇവിടെ തീരുമാനിക്കുന്നത് വേണോ വേണ്ടത്. EROയുടെ നടപടിക്ക് മേൽ അതിനുമേൽ ഹിയറിംഗിന് അല്ലെങ്കിൽ അപ്പീൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, DEO എന്ന് പറയുന്നത്. DEO എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഫൈനലി ഒരു ജില്ലാ കളക്ടറാണ് ഇവിടെ വോട്ടർ പട്ടികയിൽ ആളുകൾ വേണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഹിയറിങ്ങൾക്ക് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി കേസുകളോ അല്ലെങ്കിൽ ഈ നമ്മുടെ കൊടുത്ത SIR ഫോമുകളൊക്കെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടൊന്നും അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലൊരു ടീമല്ല പുറത്തുനിന്നുള്ള ആളുകളാണ് വന്ന് പരിശോധിക്കുന്നത് പലരും പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പരിശോധന ഇല്ലല്ലോ. ഇത് AEROമാർക്ക് വരെ ഹിയറിംഗ് നടത്താം എന്ന് ഓപ്ഷൻ കമ്മീഷൻ കൊടുത്തു. ഇനി ഇതേ കേസ് തന്നെ കേരളത്തിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിൽ ആക്ച്വൽ ഹിയറിംഗ്, അതായത് ഫിസിക്കൽ ഹിയറിംഗ്, ആളുകൾ നേരെ എന്താ പറയുക AERO മുമ്പിൽ ഹാജരായിക്കൊണ്ട് തന്നെ ഈ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് പോലും രേഖകൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബംഗാളിലൊക്കെ. പക്ഷെ ഇവിടെ അത് ഒന്നുകൂടി സിമ്പിളായി. കാരണം കേരളത്തിലെ ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ അവർ ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ്, അവരെ എഡ്യൂക്കേറ്റഡ് ആണ്. മറ്റൊരു കാര്യം, കേരളത്തിലെ ആളുകൾക്ക് ഡോക്യുമെന്റുകളുണ്ട്, രേഖകളുണ്ട്. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും രേഖ നമ്മുടെ കയ്യിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഇത്രയും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ എന്തിനാണ് പലരും വളരെയധികം ആശങ്കപ്പെടുന്നത്? ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റിയതിൻ്റെ പേരിൽ ആളുകൾ ഉറക്കമില്ലാതിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോയത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ അനാവശ്യമായി ഇതിന് പുറത്തുണ്ടായ ചില ചിന്താഗതികൾ, നമ്മൾക്ക് ഈ യൂട്യൂബൊന്നും അതുപോലെ ഫേസ്ബുക്കിൽ കിട്ടുന്ന ചില തെറ്റായ ആ ആളുകളുടെ ഉദ്ദേശം എന്താ എനിക്ക് വ്യക്തമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ന്യൂസുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ റീൽസൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു സൈക്കോളജി വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തോന്നി ഇത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ആശങ്ക വരാം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറിയതിൻ്റെ പേരിൽ നമ്മൾ പുറത്താക്കുമോ? ഞാൻ പറഞ്ഞു വന്നത് ഇത് പൂർണ്ണമായിട്ടും ഇവിടെ കമ്മീഷൻ ചെയ്യുന്നത് വളരെ കൃത്യമാണ് അല്ലെങ്കിൽ ഇതിൽ യാതൊരു പ്രശ്നമില്ല എന്നല്ല. നിലവിൽ നമ്മൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ല. ഇനി ഇതിൽ കുറേ ഫാൾട്ടുകൾ വേറെ ഉണ്ട്. കാരണം കൃത്യമായ ഡയറക്ഷൻസ് BLOമാർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊന്നും കമ്മീഷൻ ഭാഗത്ത് പലപ്പോഴും കിട്ടുന്നില്ല. അതുപോലെ ഇതിൽ പല വിഷയങ്ങളിലും ഒരു യൂണിറ്റി, ഒരേ സ്ട്രക്ചർ ഇല്ല, പല വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ ഒരു ഭാഗത്തിൻ്റെ ഫാൾട്ടുകൾ പലതും ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന ഫാൾട്ടുകളല്ല, അതാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല നമ്മൾ ഇതിൽ പ്രശ്നങ്ങളിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പല ലീഡേഴ്സൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ ചില ഫോം 7 കൊടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പലരും സംഭവിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നേരിടാനും അതിനെ ഫേസ് ചെയ്യാനും അതിനെ ചലഞ്ച് ചെയ്യാനൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ പൊതുപ്രവർത്തകരുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ടെൻഷനുള്ള ആളുകൾ ഇതെല്ലാം കൂടി കേട്ട് വലിയ വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട മാത്രമല്ല, ഇതിൽ നമ്മളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എടുക്കുക, ഒരു ഉപദേശം എടുക്കുകയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പോൾ BLOമാരാവട്ടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസർ അങ്ങനെയുള്ള തഹസിൽദാർമാർ, ഇവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നേരിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ച് അധികം ബന്ധമില്ലാത്ത ആളോട് ചോദിച്ച് അത് പ്രശ്നമാക്കും ഇത് പ്രശ്നമാക്കും ആ രീതിയിലേക്ക് നമ്മൾ വെറുതെ ടെൻഷൻ എടുക്കേണ്ട. പലപ്പോഴും ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം എന്ന് പറയുന്നത് പല ആളുകളും വെറുതെ അനാവശ്യമായൊരു ഭീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് എല്ലാ വിഷയങ്ങളും ജാഗ്രത ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ ഈ ഭീതി എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക നമ്മൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രശ്നം നമ്മുടെ മനസ്സിലൊരു വലിയൊരു ഭാരം നമുക്ക് എപ്പോഴും ഉണ്ടായാലും അത് നമ്മൾ വീക്കാക്കണം. ഒരു സൊസൈറ്റിയെ തന്നെ വീക്കാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭീതി. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിന് സംശയമുണ്ട്. അതായത് ഒരു ഭീതിയുടെ മുൾമനയിൽ ആളുകൾ നിർത്തുക എന്ന് പറയുന്നത് ആ ഒരാളെ തന്നെ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ വളരെ മാനസികമായി ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SCRന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ എലിജിബിളായ, അതായത് യോഗ്യതയുള്ള വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നമുക്കറിയാം പല മണ്ഡലങ്ങളിലും ഡ്യൂപ്ലിക്കേഷൻസ് ഒത്തിരി, അതായത് ഒരാൾ തന്നെ വ്യത്യസ്ത ബൂത്തുകളിൽ അല്ലെങ്കിൽ ഒരേ ബൂത്തിൽ തന്നെ 2 പ്രാവശ്യം പേരുള്ളവർ അവരെ റിമൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ വർഷങ്ങളായി മരണപ്പെട്ട ആളുകൾ അവരിപ്പോഴും പട്ടികയിൽ തുറന്നുകൊണ്ടിരിക്കുന്നു, അവരെയും റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ
നിലവിൽ തീരെ ആ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ബൂത്തിലോ താമസമില്ലാതെ ആബ്സെൻ്റ് ആയ ആളുകൾ അവരെയും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം യഥാർത്ഥ വോട്ടർമാരെ ഉൾപ്പെടുത്തുകയും വേണം. ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്കറിയാം കേരളത്തിൽ മൊത്തം 25 ലക്ഷം ആളുകൾ ആദ്യഘട്ടത്തിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയത്. പക്ഷെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന മനഃപൂർവ്വമെങ്കിലും ചില മീഡിയ എങ്കിലും ഇതൊരു പാനിക് സിറ്റുവേഷൻ, ആളുകൾ പേടിപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ന്യൂസ്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ബീഹാറിൽ 50 ലക്ഷം ആളുകളാണ് ഇതുപോലെ ഡ്യൂപ്ലിക്കേഷനും മരണവും ആബ്സെൻ്റായിട്ട് പുറത്തു പോയത്. പക്ഷെ അന്ന് നമ്മൾ വായിച്ച വാർത്ത എന്ന് പറയുന്നത് 50 ലക്ഷം ആളുകൾ SCRന്റെ ഭാഗമായിട്ട് പുറത്തുപോയതാണ്. അത് ഏത് രീതിയിൽ എന്തുകൊണ്ട് പുറത്തുപോയി എന്ന് വ്യാഖ്യാനങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോയി. കേരളത്തിൽ 25 ലക്ഷം ആളുകളാണ് അതുപോലെ പുറത്തുപോയത്. അപ്പോൾ SCRന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എലിജിബിളായ യോഗ്യരായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എലിജിബിളായ ഒരു യോഗ്യതയുള്ള വോട്ടർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് അനാവശ്യമായ ഈ ടെൻഷനുകളിലേക്കും ഈ പേടിയിലേക്കും ഈ സമ്മർദ്ദങ്ങളിലേക്കും പോകുന്നത് എന്നാണ് വളരെ വിനയത്തോടു കൂടി എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ വീണ്ടും ഇത്ര ഡിജിറ്റലായിട്ട് ഇതിലേക്ക് വന്നത്, എനിക്ക് കുറേ ആളുകൾ എനിക്ക് നേരിട്ട് വിളിച്ച അനുഭവം എനിക്കുണ്ട്. വളരെ വലിയ ടെൻഷനാണ് അവരുള്ളത്. അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളും. ഇപ്പം എൻ്റെ മുമ്പ് വിളിച്ചൊരു ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അവർ ഇതുവരെ പല സ്ഥലങ്ങളും പോവാത്ത ഒരാൾ ഈ വിഷയത്തിൻ്റെ പേരിൽ പല ആളുകളെയും എന്താ പറയുക സമീപിച്ച് പല ഓഫീസുകളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയൊരു കറക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെസ്സേജ് കുറച്ച് നീണ്ടുപോയി. എന്തായാലും ഞാൻ ഇത് ഒരു നിർബന്ധമാണ് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. മാത്രമല്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ആവശ്യമുള്ളവർ കേൾക്കേണ്ടത് മാത്രമാണ്, അല്ലാത്തവർക്ക് ഇതൊരു ഒരു വേസ്റ്റാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അനാവശ്യമായ ഭീതി ഇതിൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ആവശ്യമില്ല. ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല നമ്മളിപ്പോൾ കരട് പട്ടിക വന്നു, നമ്മൾ ഉൾപ്പെട്ടു, നമുക്ക് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കറക്ഷൻസ് വേണ്ടി കൊടുക്കാം. അതും കഴിഞ്ഞാൽ ഇനി നമ്മൾ വളരെ കാമാൻ ക്വയറ്റായിരിക്കുക. നമ്മുടെ ഫൈനൽ പട്ടിക ഫെബ്രുവരി 21 വരും. ഈ കരട് പട്ടികയിലുള്ള ആളുകളെല്ലാം തന്നെ ആ ഫൈനൽ പട്ടികയിലും വരും എന്നതിൽ യാതൊരു സംശയവും നമുക്ക് ഇല്ല. കറക്ഷൻസ് കൊടുത്തെങ്കിൽ കറക്ഷൻസ് അംഗീകരിക്കുകയാണെങ്കിൽ കറക്ഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ പട്ടിക വരാം. അല്ലാതെ ഇതിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഞാൻ റീപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.